കൃത്യമായി ഏത് പദ്ധതിക്ക് ആണ് ഈ മുഖ്യമന്ത്രി സോളാർ പവർ പ്രോജക്ട്സ്, മെഗാ പവർ പ്രോജക്ട്സ് എന്ന് പറയുന്നത്, അതായത് നമ്മളെല്ലാം തന്നെ ഓരോ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഓരോരോ പടികളാണ് കയറിപ്പോകുന്നത്. അപ്പോൾ എൻ്റെ കമ്പനിയെ സംബന്ധിച്ച് വളരെ ചെറിയ തോതിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ്. അപ്പോൾ ആറ് വർഷത്തിന് ശേഷം അതിൻ്റെ ടേൺ ഓവർ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയപ്പം ഓരോരോ പ്രോഡക്ട്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ആദ്യം സോളാർ വാട്ടർ ഹീറ്ററും ചെറിയ സ്ട്രീറ്റ് ലൈറ്റ്സും ആണ്, അല്ലെങ്കിൽ ഗാർഡൻ ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഹോം ഇലക്ട്രിഫിക്കേഷൻ സിസ്റ്റത്തിൽ വന്നു, പിന്നെ ഷോപ്സിന് ചെയ്യുന്ന സിസ്റ്റത്തിൽ വന്നു, അത് കഴിഞ്ഞ് ചെറിയ ഇൻഡസ്ട്രീസിന് ചെയ്യുന്ന സിസ്റ്റത്തിൽ വന്നു. അതിനുശേഷമാണ് നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സോളാർ മിഷൻ എന്ന് പറഞ്ഞ് ജവഹർലാൽ നെഹ്റു സോളാർ മിഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെബ്സൈറ്റ്സ് നോക്കിയാൽ അറിയാം. അങ്ങനെ ഒരു മിഷൻ തന്നെ നമ്മളുടെ ഗവൺമെന്റ് കൊണ്ടുവന്നു. അതും ഗുജറാത്ത് മോഡൽ, മോദിജി കൊണ്ടുവന്ന ആ ഗുജറാത്ത് മോഡലിന്റെ വൻ വിജയത്തിന് ശേഷമാണ് നമ്മളുടെ ഗവൺമെന്റ് അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. അതും UPA സർക്കാർ തന്നെ കൊണ്ടുവന്നതാണ്. അതല്ല, ഞങ്ങളുടെ പ്രോജക്റ്റ്, ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെട്ട അനുമതികൾ ഉൾപ്പെട്ട, അതായത് പ്രൈവറ്റ് പബ്ലിക് ഒരു ഇന്റർഫറൻസ് ഉള്ള ഒരു പ്രോജക്ട്സുകളാണ് മെഗാ പവർ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും ഈ പദ്ധതികൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കമ്പനി ഇങ്ങനെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ആ കമ്പനിയുടെ പ്രൊഫൈലോടൊപ്പം തന്നെയാണ് ഞാൻ ഈ പ്രോജക്റ്റിന്റെ രൂപരേഖ ആദ്യം CM-ന് സമർപ്പിക്കുന്നത്. അല്ലാതെ ഇദ്ദേഹം പറയുന്നത് പോലെ ഞാൻ കടപ്ലാമറ്റത്ത് വെച്ചല്ല കാണുന്നത്. അതിനും ഒരു വർഷം മുമ്പേ തന്നെയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 2 വർഷത്തിന് ശേഷം ഒരു ഡിസിഷൻ എടുത്തതെന്ന് വെച്ചാൽ, എപ്പോഴും ഞാൻ മാത്രമാണ് ക്രൂശിക്കപ്പെടുന്നത്. അതായത് തട്ടിപ്പുകാരി എന്ന് ഒരു മാസ് പബ്ലിക്കിന്റെ മുമ്പിലിരുന്ന് ചാനൽ ചർച്ചയിലൂടെയാണെങ്കിലും എപ്പോഴും കോൺഗ്രസ്സുകാരെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും കോൺഗ്രസ്സുകാർ തന്നെ എന്നെ വെറും തെരുവ് വീഴ്ചയ്ക്ക് തുല്യമായിട്ട് ചവിട്ടിച്ചതയ്ക്കുന്നത് കണ്ടപ്പം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്റെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കുക. ഇതുകൊണ്ട് എനിക്ക് നീതി ലഭിക്കുമെന്നോ ഇതിന്റെ ബേസിൽ എനിക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കി ഗവൺമെന്റ് അങ്ങനെ ആകുമെന്നോ ഇങ്ങനെ ആകുമെന്നോ ഒന്നും വിശ്വസിച്ചിട്ടല്ല. പക്ഷേ യഥാർത്ഥത്തിൽ എന്റെ ലൈഫിൽ സംഭവിച്ചത് ഇതാണ്. 2 വർഷം എനിക്ക് പോയ പൈസ, അത് യഥാർത്ഥത്തിൽ എന്റെ പണമല്ല, ബിജു രാധാകൃഷ്ണൻ ഉണ്ടാക്കിയ പണമല്ല. അത് കമ്പനിയുടെ പേരിൽ ഈ പദ്ധതിയുടെ മറവിൽ ഞങ്ങൾ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന അനേകം ആൾക്കാരിൽ നിന്ന് ഞങ്ങൾ സമാഹരിച്ച തുകയാണ്. എന്റെ അതെ, 1,90,00,000 രൂപ എന്റെ നേരിട്ട് ഉള്ള അറിവിൽ ഞാൻ ഇടപെട്ട് നിന്ന് തോമസ് കുരുവിള്ള മുഖാന്തരം കൊടുത്തതാണ്. അതിനകത്ത് നിങ്ങൾ ക്രൂശിക്കുന്ന തരത്തിൽ ടെനി ജോപ്പിന് സത്യം പറഞ്ഞാൽ ഈ പദ്ധതിയെ പറ്റിയോ ഈ പണമിടപാടുകളെ പറ്റിയിട്ട് ഞങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഡിസ്കഷൻ എന്ന് പറയുന്നത് ആസ് എ ഫ്രണ്ട്, അതായത് എന്റെ ലൈഫിനകത്ത് അറിഞ്ഞോ അറിയാതെയോ ഞാനൊരു മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളിൽ വലിച്ചഴിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്തെ പ്രതി ഞാനല്ല. എന്നിട്ട് പോലും മാധ്യമങ്ങളൊക്കെ അങ്ങനെ വലിച്ചഴിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ എന്റെ കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന സലിം രാജുമായിട്ടും ഈ പറയുന്ന ടെനി ജോപ്പിനുമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ദില്ലി വെച്ച് മുഖ്യമന്ത്രി കണ്ടുവെന്ന് പറയുന്നത്, പണം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി കണ്ടുവെന്ന് പറയുന്നു. മുഖ്യമന്ത്രി എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ പണം കൊടുത്തത്? തീർച്ചയായിട്ടും ഞാൻ അത് എന്നെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഓക്കെ എന്നുള്ളൊരു ഓഫർ കിട്ടിയതാണ്. എന്നെ സംബന്ധിച്ച് അന്ന് പണം കൈമാറും എന്ന് ജിക്കുവിനെ ഞാൻ അറിയിച്ചിരുന്നു. അത് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇന്ന ആൾവശം, കാര്യം ഞാൻ CM-ന് നേരിട്ട് കൊടുക്കാൻ കയ്യിൽ വാങ്ങിക്കാനുള്ള ഒരു അവസ്ഥയല്ല. 2, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അറിയുക, ആരെയും ഞാൻ ഏൽപ്പിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ തോമസ് കുരുവിളയുമായിട്ട് ബന്ധപ്പെടാനായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്നത് തോമസ് കുരുവിളയാണ്. അന്ന് തൊട്ടാണ് ഞാൻ തോമസ് കുരുവിള എന്ന് പറയുന്ന വ്യക്തിയെ ഒറിജിനലായിട്ട് കാണുന്നത്. അറിവില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഞാനും ഒരു ചെറിയ രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടുവന്ന ഒരു വനിതയാണ്. അപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ എല്ലാവരും പറയുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ഇടപാടുകളൊക്കെ ഒരു വിധത്തിൽ ചെറിയ രീതിയിലാണെങ്കിലും കൈക്കൂലിയൊക്കെ കൊടുക്കാതെ ഈ രാജ്യത്ത് ഒന്നും നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ രീതികൾ മനസ്സിലാക്കിയിട്ടുള്ള സ്ഥിതിക്ക് പിന്നെ അദ്ദേഹത്തിന്റെ അറിവില്ല എന്ന് അദ്ദേഹം കൊടുക്കൂ, ശരി ഞാൻ പണം റെഡി ആയിട്ടുണ്ട് ഓക്കെ എന്ന് പറയുമ്പോൾ, പണം റെഡി ആയിട്ടുണ്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു വ്യക്തി അറിയാതെയാണോ പണമെന്ന് പറയുന്നത് മനസ്സിലാക്കാത്തൊരു വ്യക്തിയല്ല.
അത് നിങ്ങൾക്ക് എന്റെ കോൾ ലിസ്റ്റ്, എന്റെ കയ്യിൽ കോൾ ലിസ്റ്റ് എടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. ഞാൻ അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അത് നിങ്ങൾക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് നമ്പർ എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന നമ്പേഴ്സ് ആയിരിക്കും. ആ നമ്പർ അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ യൂസ് ചെയ്യുന്ന നമ്പറാണ്. അതിൽ രാവിലെ 6 മുതൽ 7 വരെയുള്ള സമയത്ത് ഏത് സമയത്തും ബന്ധപ്പെടാനുള്ള ഒരു അവകാശം എന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. ഒരു അവസരം എനിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവൻ എന്നെ ടി.സി. മാത്യു എന്ന് പറയുന്ന ക്ലയന്റ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞു എന്നുള്ളത് വസ്തുത അല്ലാത്ത കാര്യമൊന്നുമല്ല. ടി.സി. മാത്യു മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞപ്പോൾ ആദ്യമായി ഇൻഫർമേഷൻ തന്നത് ഈ പറയുന്ന ഓഫീസ് സ്റ്റാഫുകൾ ആരുമല്ല, നേരിട്ട് മുഖ്യമന്ത്രിയാണ് തന്നത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറുടെ ഫോണിൽ നിന്നാണ് ഒരു റംസാൻ ദിവസം എന്നെ വിളിച്ച് ഈ വിഷയം പറയുന്നത്. അതെ അതെ കാര്യം അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അദ്ദേഹത്തിന്റെ നിഷേധം ഞാൻ കേട്ടു. അതായത് ഞാൻ അറിഞ്ഞതാണ്, ഞാൻ കണ്ടതല്ല. പറഞ്ഞിട്ടുള്ള ഒരു അറിവ് വെച്ച് 2 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെക്ക് മടങ്ങിയ വ്യക്തിയാണോ ഞങ്ങൾക്ക് ഇത്രയും രൂപ തന്നതെന്നൊരു സ്വാഭാവികമായ ചോദ്യം, അത് ആ ഒരു സംശയം ജനങ്ങളിലും വരാം. അതിന് ഞാനൊരു ഉത്തരം പറയട്ടെ. ഞങ്ങളുടെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട്സ് ഡീൽ ചെയ്തിരുന്നത് ബിജു രാധാകൃഷ്ണനാണെന്ന് ബഹുമാനപ്പെട്ട കമ്മീഷൻ മുമ്പാകെ നേരത്തെ മൊഴി നൽകിയിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണനും സിഎമ്മും തമ്മിലുള്ള കോൺഫ്ലിക്ട് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് എന്റെ കൂടെ വ്യക്തിപരമായ ജീവിതത്തെ ബാധിക്കുന്നതായതുകൊണ്ട് ആ വിഷയങ്ങളോ അതിന്റെ പ്രൈവസിയോ ഒന്നും തന്നെ ഞാൻ പറയാം. ആ കോൺഫ്ലിക്റ്റിന്റെ ഒരു ഉത്തരമാണ് ആ ചെക്ക് മടങ്ങിയത്. അതെ, സിഎം അറിയാതെയല്ല. ജോപ്പനല്ല വിളിച്ചു പറയുന്നത്, ജിക്കുമോനാണ് ഇതിനകത്തെല്ലാം പൈസയുടെ ഇടപാട്. എന്നിട്ട് ജിക്കുമോൻ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു വെറും വളരെ തേർഡ് റേറ്റ് ഉള്ള ടോക്ക് മാത്രമാണ് ഞാനും അയാളും തമ്മിൽ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് 416 പ്രാവശ്യം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ മോശമായ കാര്യങ്ങൾ സംസാരിക്കാനാണ്. അതിൽ അയാൾക്ക് പുച്ഛമുണ്ടെങ്കിൽ എന്തിനയാൾ അത് കണ്ടിന്യൂ ചെയ്തു? ഞാൻ അതിന്റെ പേരിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നുണപരിശോധനയിൽ നിന്ന് ഒളിച്ചോടാൻ തയ്യാറല്ല. കാര്യം ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ നിമിഷം സത്യമാണെങ്കിൽ ഞാൻ ആ കാര്യം എക്സ്പീരിയൻസ് ചെയ്തതും സത്യമാണ്, പകൽ പോലെ സത്യമാണ്. ഞാൻ ആ സമയങ്ങളിൽ ഈ പറയുന്ന കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തു നിന്ന് പാതിരാത്രി കഴിഞ്ഞ് വെളുപ്പാങ്കാലത്താണ് തിരിച്ച് കൊച്ചിക്കും വന്നത്. ജൂലൈ 9-ാം തീയതി 2012 ജൂലൈ 9-ാം തീയതി 4 മണിക്ക് തന്ന അപ്പോയിന്റ്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ലാഗിംഗ് കാരണം പത്തനംതിട്ട ബിഷപ്പ് ഹൗസിനും അവിടുത്തെ അത്താഴം വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കാം. അന്ന് അദ്ദേഹത്തോടൊപ്പം വന്നിറങ്ങിയത് ജോപ്പനും ഈ പറയുന്ന ഉമ്മൻചാണ്ടി സാറും പിന്നെ കുറച്ച് പോലീസ് ഓഫീസേഴ്സ്. അവരെയൊന്നും ഞാൻ അന്വേഷിച്ച് നോക്കിയില്ല. ജോപ്പിനെയാണ് ഞാൻ കോൾ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം തിരിച്ചു വരുന്നതിനെ ചൊല്ലി. ജോപ്പിന് ഈ വിഷയമാണെന്ന് അറിയില്ല. എന്റെ ഒരു അപ്പോയിന്റ്മെന്റ് അദ്ദേഹത്തെ നേരിട്ടാണ് ഞാൻ ചോദിച്ച അപ്പോയിന്റ്മെന്റ് നടത്തി കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ജോപ്പിനെ വിളിച്ചത്. സെൽവരാജ് MLAയും കൂടെ ഇരുനിറമുള്ള വണ്ണമുള്ള ഒരു ഗദ്ദർ വസ്ത്രധാരിയും അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, പേഴ്സണലി അറിയില്ല, പേരറിയില്ല. ഞാനൊരു കാര്യം നിഷേധിക്കാം. ഞാൻ പണം തിരിച്ചു ചോദിച്ചു. ഞാൻ സത്യമാണ് ഞാൻ പറഞ്ഞത്. 2 വർഷമായി ഞാൻ ജയിലിൽ നിന്നിറങ്ങി 2 വർഷമായി. നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ട് സത്യം പറയുന്നില്ല. ഈ 2 വർഷം എന്റെ പ്രതീക്ഷകളാണ്. അതായത് എന്റെ കേസുകളെല്ലാം തന്നെ 2.5 കോടി രൂപയുടേതാണ്. ഈ പണം വാങ്ങിച്ച പണം അതിലൊരു പെർസെന്റേജ് എങ്കിലും തിരിച്ചു കിട്ടിയാൽ അതിലൊരു 10 കേസുകൾ എനിക്ക് സെറ്റ് ചെയ്യാം. എനിക്ക് ഒരു കുടുംബമുണ്ട്. കേസ് കൊണ്ട് എന്നും അല്ലാതെ എനിക്ക് എന്റെ കുടുംബ സ്വത്ത് എന്ന് പറയുന്നത് വളരെ സീറോയാണ്. നിങ്ങൾ നേരത്തെ തൊട്ട് എന്റെ ഹിസ്റ്ററി അന്വേഷിച്ച മനുഷ്യരാണ്. എനിക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു വീടും മരിച്ചുപോയ അച്ഛന്റെ സമ്പാദ്യങ്ങൾ എന്ന് പറയാൻ വളരെ തുച്ഛമായിട്ട്